ഹലോ മൈ ഡിയേഴ്സ്, ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ശക്തമായ ചില കരങ്ങൾ നിങ്ങളെ പിന്താങ്ങുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഈ റീഡിങ്ങിലേക്ക് നിങ്ങൾ വന്നത് തന്നെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുമില്ല. കാരണം ഈ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളെപ്പോൾ നിങ്ങളുടെ മെൻ്റലി ഡിസ്റ്റർബ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് പോയാലും വീണ്ടും നിങ്ങളെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ കാണാത്ത ഒരു പ്രൊട്ടക്ഷൻ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ചില അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാന നിമിഷം എന്ന പോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആവുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കരുതിയതുപോലെ ഇതെല്ലാം നിങ്ങൾക്ക് ലോസ് ആയതായിട്ട് അല്ലെങ്കിൽ നഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ചിലത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളെ ആരാണ് അങ്ങനെ സംരക്ഷിക്കുന്നത്, നിങ്ങൾക്ക് എന്തിൽ നിന്നുമാണ് പ്രൊട്ടക്ഷൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത്, ഈ ഒരു പ്രൊട്ടക്ഷന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്, ഈ ഒരു പ്രൊട്ടക്ഷൻ എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. സോ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയെക്കുറിച്ച്. ഡിവൈൻ സ്പിരിറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ ടു റീഡ് ദ കാർഡ്സ്. ഡിവൈൻ സ്പിരിറ്റ്, പ്ലീസ് അലൗ മീ ടു ഗീവ് ദ കറക്റ്റ് കാർഡ്സ് ഫോർ മൈ ഓഡിയൻസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ മെസ്സേജ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ആ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്ന ഒരു എനർജി, എന്ത് ടൈപ്പ് എനർജിയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് എനർജി എന്താണ് നിങ്ങളെ കവർ ചെയ്തിരിക്കുന്നത് നോക്കാം. നിങ്ങളെ ഇപ്പോൾ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു പ്രൊട്ടക്റ്റീവ് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജി എന്താണ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രൊട്ടക്റ്റീവ് എനർജി, കാർഡ് നമ്പർ 1. ആൻഡ് നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് എന്ത് കാര്യമാണ് പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടാവാം. അതെങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് നോക്കാം. നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ള, ബ്ലോക്ക് ചെയ്തിട്ടുള്ള കാര്യം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷന് പിന്നിൽ ആരാണെന്ന് നോക്കാം. നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷന് പിന്നിൽ ആരാണെന്ന് നോക്കാം. സോ ഇത് സ്പിരിച്വലി മാത്രമാണെന്നില്ല. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഗാർഡിങ് എനർജി ആയിരിക്കാം. സോ എന്താണ് ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ പിന്നിൽ എന്ന് നമുക്ക് നോക്കാം. കാർഡ് നമ്പർ 3. ഈ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് നിങ്ങൾ സംഭവിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് നിങ്ങൾ സംഭവിക്കാതെ പോയൊരു കാര്യം നോക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരുന്നിട്ടുണ്ട്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 4. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ പ്രസൻസ് കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ പ്രസൻസ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നൊരു നെഗറ്റീവ് എനർജി എന്താണ്? ഈ ഒരു പ്രൊട്ടക്ഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നൊരു ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ കാരണം നിങ്ങളിൽ വരാൻ പോകുന്നൊരു ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ തിരിച്ചറിയാനുള്ള സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാം. ആൻഡ് ഫൈനലി നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കാം. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ അടുത്തുനിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഹിസ് നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ പിറകിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഡെത്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സംഭവിക്കാതെ പോയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ പോയിട്ടുള്ളൊരു കാര്യം. ദ ഫൂൾ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഓൾ റൈറ്റ്, ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അകന്നു പോകുന്നൊരു നെഗറ്റീവ് എനർജി എന്താണ്? ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്നുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നൊരു ബ്ലെസ്സിങ്
നൈസ്. ഇറ്റ്സ് 4 ഓഫ് വാണ്ട്സ് ആണ്. ആൻഡ് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട സൈൻസ് എങ്ങനെ ആയിരിക്കും? ദ ടവർ എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഫൈനലി യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് ക്യൂൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് 8 ഓഫ് പെൻറ്റക്കിൾസ്. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു എനർജി ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുകയല്ല. പക്ഷേ നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ നിങ്ങളെ റീബിൽഡ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്. കൂടുതലും നിങ്ങൾ ഫൈനാൻഷ്യലി ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ ഓർത്തിട്ട് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ലൈഫ് കുറേ കൂടി ബെറ്റർ ആക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിക്കുക, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ അടുത്ത്, വളരെ അടുത്തുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങർ വേർഷനായിട്ട്, മെൻ്റലി ആണെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങർ വേർഷനായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ പലതിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല, നിങ്ങളെ നന്നായിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുള്ളിടത്തോളം നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ ആവാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. സോ നിങ്ങളെ സറൗണ്ട് ചെയ്യുന്ന ഒരു എനർജി ഇപ്പോൾ. ഓക്കെ, സോ ഇത് പെട്ടെന്ന് നിങ്ങളുടെ പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് മെമ്മറീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള, അതായത് നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ പാസ്റ്റിലുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം, അങ്ങനെ ഒരു വളരെ സ്ട്രോങ് കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ അപ്പൂപ്പൻ അമ്മൂമ്മ, മരിച്ചു പോയ ആളുകൾ, അച്ഛൻ അമ്മ, അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്ക് മെൻ്റലി ഉണ്ടായിരിക്കാം. സോ ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്ന പോലെ തോന്നും. അതായത് നിങ്ങളുടെ എക്സ് നിങ്ങൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ചില ആളുകൾ തിരിച്ചു വരാനുള്ളൊരു ടെൻഡൻസി അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാലം മുന്നേ നടന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ചില തീരുമാനങ്ങൾ എടുപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട, വീണ്ടും നിങ്ങൾ ഗ്രോ അപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഫാമിലി പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് ആൻസിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ പാസ്റ്റിൽ എന്നോ ഉണ്ടായ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റിലുള്ള ആളുകളും. സോ അവരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നല്ലതുപോലെ ഇവിടെയുണ്ട്. ഓക്കെ, സോ ഇതൊരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലവിങ്, ഒരു പ്രൊട്ടക്ഷൻ തരുന്ന, ഒരു സ്നേഹം തരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. ഓക്കെ, സോ ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്? ഓക്കെ, അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ ഒക്കെ ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു ശക്തി, നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ഈ ഒരു പവർ, നിങ്ങളുടെ പല കാര്യങ്ങളും ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പൾസീവ്നെസ് ഉണ്ട്. അത് എടുത്ത് ചാടാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളിലേക്കും. സോ ഈ ഒരു എനർജിയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പാഷനേറ്റ് ആണ്, വളരെ ഫാസ്റ്റാണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ അതേ സമയം ഇംപേഷ്യൻ്റ് ആവുന്നുണ്ട്, ക്ഷമ കുറവുണ്ട്, എടുത്ത് ചാടാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുക, ഒന്നും ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ,
ഒരു വ്യക്തിയെ പെട്ടെന്ന് വിശ്വസിക്കുക, നമ്മൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുക. ആൻഡ് സഡൻലി എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് അങ്ങ് പരിപൂർണമായിട്ട് വിട്ടുപോവുക. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് അത് വിട്ടുപോവുക. ഭയങ്കരമായിട്ടുള്ള വലിയ ഫൈനാൻഷ്യൽ റിസ്കുകൾ എടുക്കുക. ഓക്കെ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം ബിൽഡ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുമ്പോൾ അതിലേക്ക് എടുത്തിയാണ്ടി അത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോന്നൽ വരിക. ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ കയറി വന്നിട്ട് പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്നൊരു സിറ്റുവേഷനും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ സംടൈംസ് നിങ്ങളൊരു ഹോട്ട് ആൻഡ് കോൾഡ് പേഴ്സണായിട്ട് അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് എനിക്ക് നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എനിക്ക് എൻ്റെ റെസ്റ്റ് ലൈഫ് എന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇമ്പൾസീവായിട്ട് ഇതിന് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്യണം എന്ന് ഇപ്പോൾ തോന്നില്ല. നേരത്തെ ആണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള, അതായത് ക്ഷമയില്ലാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം, പെട്ടെന്ന് ഒരു തീരുമാനം പറയണ്ട, അല്ലെങ്കിൽ പെട്ടെന്നൊരു മറുപടി കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു വിവേകം നിങ്ങൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ജനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഡെത്ത് എന്ന് പറയുന്നൊരു മേജർ ആർക്കാന കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഓൾഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ചില മെമ്മറീസ് ആയിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ആവശ്യമില്ലാത്ത ചില സാധനങ്ങളായിരിക്കും, ചില ആളുകളുടെ ഓർമ്മകൾ തരുന്ന സാധനങ്ങളായിരിക്കും. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അത് എടുത്ത് കളയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഈ ഒരു സ്പ്രെഡിലെ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു കാര്യം തന്നെ എടുത്ത് കളയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ഒരു ജോലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാത്തൊരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം മറ്റെന്തോ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ലായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടും. ഓക്കെ, സോ അതിലേക്ക് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ചില വിശ്വാസങ്ങൾ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ വേർഷനെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി ആ ഒരു വ്യക്തിയായിട്ട് തുടരാൻ താല്പര്യമില്ല, ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പുനരാവിഷ്കരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ടാത്ത സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ഇപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓക്കെ, സംടൈംസ് ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു ചോയ്സും ഇല്ല, ഇത് ചെയ്തേ നിവൃത്തിയുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് നിൽക്കും. ഓക്കെ, സോ നിങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അവിടുന്ന് വിട്ടു പോരാൻ മനസ്സില്ലാതെ നിൽപ്പുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മാറിയേ പറ്റൂ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ചില തോട്ട്സ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച് അവസാനിച്ച കുറേ കാര്യങ്ങൾ കാണും. പക്ഷേ എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് പറയുന്നത് ആ എൻഡിങ് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പോയത് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾ മാറിയത് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു പ്രൊട്ടക്ഷൻ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു കാര്യം വരണമെങ്കിൽ പഴയൊരു കാര്യം മാറിയേ പറ്റൂ. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഡെത്തിന് ശേഷം ഫുൾ കാർഡാണ്. അതായത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു, ഇനി നിങ്ങളുടെ പുതിയൊരു ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ ഒരു കാര്യം പ്രപഞ്ചം എടുത്ത് കളയില്ല, അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. ഓക്കെ, ഇനി നിങ്ങൾ പോകുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കാം. നിങ്ങൾ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജോലിയിലായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളിൽ വ്യത്യാസം വന്നിരിക്കാം. ഓക്കെ, ഫൂൾ നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി, അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഓക്കെ, വീണ്ടും ഒന്നേന്ന് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള, നിങ്ങൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യാൻ അനുവദിക്കരുത്. കാരണം നിങ്ങളുടെ വേദനകളുടെ ഭാണ്ഡങ്ങൾ, നിങ്ങളുടെ നിരാശയുടെ ഭാണ്ഡങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു പുതിയ ജോലിയായിരിക്കാം, പുതിയൊരു ബിസിനസ്സായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ പോകുമായിരിക്കാം. നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസത്തിന് പോകുമായിരിക്കാം. പുതിയൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണിയുടെ ആരംഭമായിരിക്കാം. ഓക്കെ, നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ട് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ മടിച്ച് അല്ലെങ്കിൽ പേടി കൊണ്ട് മാറ്റിവെച്ച ഒരു കാര്യം, റിസ്ക് ഓർത്തിട്ട് മാറ്റിവെച്ച ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ട്. നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഓക്കെ, ഈ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അവസാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെഡായി പോയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ പുതിയൊരു ലൈഫ് നിങ്ങളിവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എടുക്കരുത്. കാരണം ഡെത്ത് കാർഡ് വന്നപ്പോൾ തന്നെ ആ ഒരു ചാപ്റ്റർ ഓൾറെഡി ക്ലോസ്ഡ് ആയതാണ്. സോ നിങ്ങൾ ഇനി പുതിയതായിട്ട് തുടങ്ങണം എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു നെഗറ്റീവ് എനർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ഡയറക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഡയറക്ഷനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മേജർ ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങളുടെ ലൈഫ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഒരു വലിയ മാറ്റം. ഓക്കെ, സോ ഇവിടുത്തെ ചില കാര്യങ്ങൾ മാറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം. ചില എനർജീസ്, ചില വ്യക്തികൾ, ചില ജോലി ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ, അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ തുടരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെത്ത് കാർഡ് വന്നു, ഫോൾ വന്നു, ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു. സോ നിങ്ങളിലുള്ള ആ ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാണ്. ഒരു പ്രോഗ്രഷനാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അതായത് നിങ്ങളുടെ പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറിയിട്ട് നിങ്ങളുടെ ഒരു പുതിയ വേർഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ മാറാൻ പോവുകയായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫ് പതിയെ ഇങ്ങനെ ചേഞ്ച് ആവുന്നതായിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ സംഭവിക്കും. ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒരു ഫോൺ കോൾ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വ്യക്തി, ചില ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയിലുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയോ ചില ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുണ്ടായിരുന്ന ചില ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സഡൻലി ഒരു ട്വിസ്റ്റ് എടുത്തിരിക്കുകയാണ്, ഒരു ചേഞ്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ഒരു എനർജി തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു എനർജി, നമ്മളുടെ പ്രസൻസിലുള്ള ഈ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി ഉള്ളതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർഡ്. നിങ്ങൾ ഈ കാർഡ് കാണുമ്പോൾ അറിയാം, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരാൻ പോണ ലൈഫിൽ. ഈ ഒരു ബ്ലെസ്സിങ്, ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്റ്റെബിലിറ്റി, സന്തോഷം, വീട്, ഹാപ്പിനെസ്, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ. ആക്ച്വലി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ വരും, നിങ്ങൾക്കൊരു അടിത്തറ വരാൻ പോവാണ്. അവിടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദം സ്റ്റെബിലിറ്റിയെക്കുറിച്ചായിരിക്കും നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോവുക. സംടൈംസ് നിങ്ങൾ ചിലർ വീട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, വീട്, പ്രോപ്പർട്ടി, നിങ്ങൾക്കുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു നല്ല ബന്ധം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നേക്കാം, മാരേജിലേക്കൊക്കെ നിങ്ങളുടെ ഒരു ബന്ധം പോയേക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം, പോസിറ്റിവിറ്റി, സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകണം. ശരിക്കും പറഞ്ഞൊരു നിങ്ങളുടെ ഈ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു എൻറ്റയർ ഒരു റുട്ടീൻ പോലും മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ വന്നേക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ടും സ്റ്റെബിലിറ്റി വരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് കൂടിയാണ്. നിങ്ങൾ സംതിങ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനുള്ള ഒരു വലിയ ചാൻസാണ് നിങ്ങളിലേക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ സയൻസ്, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്കിവിടെ ഈ ഒരു കാർഡുമായിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് നിൽക്കാം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ വളരെ നിങ്ങളെ പിടിച്ച് കുലുക്കിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. സംതിങ് ഈസ് ചേഞ്ചിങ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടായത് പോലും, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായത് പോലും ഈ ഒരു സംഭവത്തിന് ശേഷമായിരിക്കും. ഓക്കെ, ഈ ഒരു പ്രൊട്ടക്ഷൻ എനർജി വന്നതിന് ശേഷം നിങ്ങളുടെ ചില ഇല്യൂഷൻസ്, അതായത് നിങ്ങളിങ്ങനെ വെറുതെ ഇമാജിനറി വേൾഡിലൊക്കെ പോയി ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇല്യൂഷൻസ് ഒക്കെ അങ്ങനെ തന്നെ തകർന്നിട്ടുണ്ടായിരിക്കാം. ഇതൊന്നും റിയാലിറ്റിയിലുള്ള കാര്യങ്ങളല്ല. ഞാൻ എന്തിനാണ് ഞാനിതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ചില ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടായിരിക്കാം. അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നേക്കുമായി തകർന്നു പോയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ചില പ്ലാനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച ചില പ്ലാനുകൾ ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് തകർന്നതിന് ശേഷമായിരിക്കും നിങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ വെറുതെ അല്ല ഈ ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊട്ടക്ഷൻ വിളിച്ചു വരുത്തിയതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വിളിച്ചു വരുത്തിയ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള ഒരു എനർജി ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾ വെറുതെ വരുത്തിയതല്ല. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മാറ്റിക്കളഞ്ഞ ചില സംഭവങ്ങൾ നടന്നത് മൂലം ഉണ്ടായിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഈ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൈൻ. ഓൾ റൈറ്റ്, ആൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ്, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വരുന്ന ഒരു മെസ്സേജ്, യൂണിവേഴ്സ് തരുന്നത് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് എനർജി ഉള്ള ഒരു വ്യക്തിയുടെ കാർഡാണ്. സോ ഇത് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ കാർഡാണെന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾ വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയാണ്. ക്യൂൻ ഓഫ് വോൺസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു എനർജിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു വിലയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരോടും യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റാരുടെയും അപ്രൂവലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാഷനിൽ വിശ്വസിക്കുക. നിങ്ങൾ ആ വിശ്വസിക്കുന്ന കാര്യം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് കണ്ടെത്തുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ്. നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ മറ്റൊന്നിനെയും കുറിച്ചും ഇനി വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിങ്ങളെ ശരിക്കും റീബിൽഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രസൻസിലുള്ളത്. ആ ഒരു എനർജി നിങ്ങളുടെ ചില മോശം സാഹചര്യങ്ങൾ നിങ്ങളുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾ തന്നെ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ, പല കാര്യങ്ങളിലേക്കും എടുത്തു ചാടുന്നതിൽ നിന്ന് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പല കാര്യങ്ങളുടെ അവസാനം വരികയും പുതിയ തുടക്കങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു പ്രൊട്ടക്ഷനാണ് ഇതുള്ളത്. നിങ്ങളുടെ ഒരു എനർജി സൈക്കിൾ തന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. ആ ഒരു പോക്കിൻ്റെ കൂടെ നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കർമ്മ ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് എനർജി പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ ബ്ലെസ്സിങ്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജസ് ഒരു എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇവോൾവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.